ബിഗ് ബോസ് വീട്ടിൽ നിന്ന് രണ്ടുപേർ എവിക്റ്റഡ്, ഒരാൾക്ക് 15 ലക്ഷം രൂപയും കിട്ടിയിട്ടുണ്ട്. ഞെട്ടിക്കുന്ന വിവരമാണ് ബിഗ് ബോസിന് അണിയറയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, മറക്കാതെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാര്യത്തിലോട്ട് വരാം. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞപ്പോൾ അടിച്ചു പൊളിക്കുക കേട്ടോ. അതായത് അക്ബറും അതുപോലെ തന്നെ ആദിലയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നു. വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ്. അതേ സമയത്ത് 15 ലക്ഷം രൂപ എടുത്തിട്ടുള്ളത് അനുമോളും കൂടെയാണ്. എല്ലാവരും ഞെട്ടിത്തെരിച്ചില്ലേ? ഇങ്ങനത്തെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ പുറത്തൊരു കാറ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് സമയം ബിഗ് ബോസ് തരുന്നതായിരിക്കും. ആ സമയം കൊണ്ട് പെട്ടെന്ന് മെയിൻ ഡോർ ഓപ്പൺ ആവും. നമ്മൾ ഓടിച്ചെന്നിട്ട് എവിടെയാണോ ആ കാറിനകത്ത് പൈസ ഇരിക്കുന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല. വേഗം തപ്പി പിടിച്ചെടുത്തിട്ട് തിരിച്ചോടി വരണം എന്നതാണ് ടാസ്ക്. അപ്പോൾ ടൈമിനുള്ളിൽ തിരിച്ചു കയറാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പുറത്താകുന്നതായിരിക്കും. അങ്ങനെയാണ്. പക്ഷേ ഈ തമിഴ് ബിഗ് ബോസിലും ഇതേ ടാസ്ക് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അതിൽ ഒരാൾ ഇതേപോലെ ടൈമിന് കയറാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഉടനടി പുറത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാൻ അറിയാൻ സാധിക്കുന്നത്, അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് 2 പേരാണ് ഒരേ സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുള്ളത്. അതേ സമയത്ത് അനുമോൾക്ക് 15 ലക്ഷം രൂപ കിട്ടി. ഇത് എങ്ങനെയാണെന്നല്ലേ. പിന്നെ വേറെ ചിലവർ പറയുന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുമോൾക്ക് ഡിക്കിയിലാണ് 15 ലക്ഷം രൂപ വെച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് അനുമോളോട് പേഴ്സണലായിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് നേരെ ചെന്നിട്ട് ഡിക്കി തുറന്നു, പുള്ളിക്കാരി പൈസ എടുത്തു, ഓടി തിരിച്ചു കയറി. അതേസമയത്ത് ബാക്കിയുള്ള 2 പേര് ഇത് കണ്ടിട്ടുമില്ല, കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തപ്പിക്കൊണ്ടിരുന്ന സമയത്തിൽ ടൈം ഔട്ട് ആവുന്നു. 100 അവിടുത്തെ കാറ് വിളിക്കുന്നു, വേഗം തിരിച്ചു വന്ന്. അതേസമയത്ത് കറക്റ്റ് ടൈമിൽ അനുമോൾ കയറുന്നു എന്നതാണ് അറിയാൻ സാധിച്ചത്. സത്യത്തിൽ ബിഗ് ബോസ് അനുമോൾക്ക് ചാരപ്പണി ചെയ്ത് ഒറ്റിക്കൊടുത്തതാണെന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിന് എത്രമാത്രം സത്യമുണ്ടെന്ന് ഒട്ടും ഗ്യാരണ്ടിയോടെ പറയാൻ പറ്റുന്നില്ല. കുറേ പേര് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് പറയുകയാണ്. കുറേ പേര് പറയുന്നുണ്ട് ആദിൽ എവിക്റ്റഡ്, പിന്നെ പറയുന്നുണ്ട് അക്ബർ എവിക്റ്റഡ്, അതേപോലെ അനുമോൾക്ക് ഇത്രയും പൈസ കിട്ടിയെന്നും ബിഗ് ബോസ് ഇങ്ങനെ ഒറ്റയ്ക്ക് കൊടുത്താന്നൊക്കെ ഒത്തിരി ന്യൂസസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണിത്. അപ്പോൾ ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എന്തായാലും എപ്പിസോഡ് വന്നിട്ട് അല്ലെങ്കിൽ ലൈവിൽ അത് ഇടുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴേക്കും ലൈവിൽ ഈ സംഭവം അരങ്ങേറുന്നതായിരിക്കും. അഥവാ കറക്റ്റായിട്ട് അനുമോൾ ആ കാറിൻ്റെ പുറകിൽ ചെന്നിട്ട് ആ മണി ബോക്സ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയും ഇത് വല്ലാത്തൊരു ചതി തന്നെയായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വരും നിമിഷങ്ങളിൽ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന ന്യൂസ് ഞാൻ കേട്ട ഉടനെ ഇത് സത്യമാണ് ഞാൻ കുറേ സെർച്ച് ചെയ്തു. അപ്പോൾ കുറേ പേര് ഇത് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എത്ര സത്യമാണെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കുറേ പേര് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ലൈവിൽ ഇടുന്നതായിരിക്കും. ഞാൻ ലൈവിൽ കണ്ട ഉടനെ അപ്പം അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വെക്കാട്ടോ. നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ആരും ഒന്നും വിശ്വസിച്ച് ചാടിക്കയറി തീരുമാനിക്കേണ്ട. ഇപ്പോൾ എവിക്റ്റായി അല്ലെങ്കിൽ 15 ലക്ഷം രൂപ കിട്ടിയെന്നൊന്നും വിചാരിക്കേണ്ട. എന്തായാലും എപ്പിസോഡ് വരട്ടെ, നമുക്ക് ഫുൾ ഒരു തെളിവോടെ തന്നെ നമുക്ക് സംസാരിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ പ്രമോയില് നമുക്ക് കാണാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദിലയുടെ കയ്യിൽ ഒരു ചെറിയൊരു കെട്ട് പണം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദിലയ്ക്ക് ഒരു ചെറിയ കെട്ട് പണം കിട്ടിയ സ്ഥിതിക്ക് ആദില അപ്പം തന്നെ ഓടി വരേണ്ടതാണല്ലോ. ആദില കയറിയിട്ടില്ലേ ബിഗ് ബോസ് വീട്ടിൽ? നമുക്ക് വല്ലാത്തൊരു സംശയം തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ന്യൂസസ് ഉണ്ടാക്കി തരുന്നത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്ത് സംഭവിക്കുന്നു, എന്താവുന്ന. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ കേട്ടോ. ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.